നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? നമ്മുടെ ബ്ലഡ് റിലേഷനിൽ പെട്ട ആൾക്കാരൊന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പാർട്ണറിനെയാണ് അല്ലേ. അവർ തരുന്ന സങ്കടവും സന്തോഷമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നമുക്ക് ഏറ്റവും ഹൊറിബിളുമായിട്ട് മാറുന്നത്. അങ്ങനെ ഞാനൊരു ഹൊറിബിൾ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഞാനൊന്നുമല്ലാതെ ഒരു -ഡിഗ്രിയിൽ താഴെ പോയ, -0യിൽ താഴെ പോയ ഒരു സമയം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പോലും എനിക്കില്ല എന്നുള്ള ഒരു രീതി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവിടുന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ദൈവം ഇട്ട് തന്ന ഒരു മായാമോഹിനി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മഴവില്ല് പോലെ ഒരാളുണ്ടായിരുന്നു. അയാളെ ഞാൻ ഒരുപാട് പ്രണയിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നാളെ ഇല്ലാന്ന് തോന്നിയ ഒരവസ്ഥയിൽ, ഞാൻ മരിക്കും എന്നുള്ള ഒരവസ്ഥയിൽ വന്നപ്പോൾ എൻ്റെ കൈ പിടിച്ച് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവികത അയാൾക്കുണ്ട്. അതെന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. കാരണം ഇന്ന് ഞാൻ കാണുന്ന, ഇന്ന് നിങ്ങളുടെ സംസാരിക്കാൻ ഞാനുള്ളത് അയാൾ കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അത്രയും പ്രിയപ്പെട്ടതാണ് എനിക്ക് അയാൾ. അപ്പം ഒരിക്കലും പറഞ്ഞ പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലെങ്കിലും നടക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മളൊന്നും അല്ലാതാവുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ദൈവം അതൊരു മീഡിയേഷനിൽ നിന്ന് ഒരാളെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നിർത്തി തരുമെന്ന് വേണമെങ്കിൽ പറയാം, സ്കിപ്പ് ചെയ്യാൻ. ദൈവം ഇല്ലെന്നുണ്ടെങ്കിൽ അന്നേരം ആ സ്കിപ്പിനെസ് നടക്കത്തില്ലായിരുന്നു എന്നും ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ദൈവം അന്നേരം എന്നെ സ്കിപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അന്നേരം ചെയ്തു തന്നതാണെങ്കിലും, പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ ജീവിതത്തിൽ എന്നും അയാളോട് എനിക്ക് നന്ദിയുമുണ്ട്. കാരണം ഇങ്ങനെ ഞാൻ ആവാനുള്ള ഒരു മെയിൻ റീസൺ അയാൾ തന്നെയാണ്.